ഞാൻ റീസെൻ്റ്ലി പോയ ഒരു സ്ഥലമാണ് പീലി ഐലൻഡ്. കാനഡയിലെ ഒൻറ്റേരിയോ പ്രൊവിൻസിലെ വിൻസറിനടുത്തുള്ള ഐലൻഡാണ് പീലി ഐലൻഡ്. ഇതൊരു പ്രീ പ്ലാൻഡ് ട്രിപ്പ് അല്ലാത്തത് കൊണ്ട് ഉണ്ടായ കുറേ അബദ്ധങ്ങളുണ്ട്. അതുപോലെ അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പീലി ഐലൻഡിലേക്ക് പോകുമ്പോൾ കാറും കൂടി കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 വീക്സ് മുന്നേ തന്നെ നിങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഫെറിയുടെ ടിക്കറ്റ് എടുക്കണം. 1 സൈഡ് 1.5 hours ആണ് ജേർണി. ഇതിന് $7.50 ആണ് ടിക്കറ്റ് റേറ്റ്. ശരിക്കും പറഞ്ഞാൽ പീലി ഐലൻഡിൽ പോയപ്പം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആ ഒരു ജേർണി മാത്രമേ ഉള്ളൂ. ഇൻ കേസ് കാർ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ഗോൾഫ് കാർട്ടുണ്ട്, പിന്നെ ബൈക്ക് റെൻ്റൽസ് ഉണ്ട് അവിടെ. പക്ഷേ ഇതെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കാറ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാറ് കൊണ്ടുപോകാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ പോയത് വൈനറി മാത്രമേ ഉള്ളൂ. വൈനറിക്ക് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം എന്നൊന്ന് അറിയാൻ വേണ്ടി പോയതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല. പിന്നെ വൈനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. ഈ വൈനുകളെല്ലാം നമുക്ക് LCBOയിൽ ഇതിലും റേറ്റ് കുറച്ച് കിട്ടുന്നതാണ്. പിന്നെ ഫുഡും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. പിസ്സ, ബർഗർ, ഫ്രൈസ് അങ്ങനെയുള്ള ഒരു സാധനങ്ങളും അവിടെ ഇല്ല. എനിക്കുണ്ടായ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫെറി കയറുന്നതിന് മുന്നേ എവിടെയെങ്കിലും ഫുഡ് വാങ്ങിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്, ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യണമെങ്കിൽ. പിന്നെ വേറെ റെസ്റ്റോറൻറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. വൈനറി എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ് വൈന് $10 ആണ്. അതുപോലെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും സാമ്പിള്. 4 വൈൻ ഷോട്ട്സിന് $20 ആയിരുന്നു. കാറ് കൊണ്ടുപോകാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തില്ല അവിടെ. പിന്നെ അവിടെ കുറച്ച് ഐസ്ക്രീം ഷോപ്സ് ഉണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. കുറച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചാൽ അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു. പിന്നെ തിരിച്ചു പോകാൻ നേരം ഈ ഷിപ്പാണ് വന്നത്. ഇത് ഭയങ്കര വേർത്തായിരുന്നു. ആ ഒരു $7.50 കുറേ നേരം ഡെക്കിൽ പോയി സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്കൊക്കെ എടുത്ത് ആ ഒരു വ്യൂ എൻജോയ് ചെയ്തു. ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. ഇത് വിൻസറിലുള്ള ഞങ്ങളുടെ കസിൻസ് സജസ്റ്റ് ചെയ്ത പബ്ബാണ്. അവിടുത്തെ കാസിനോടെ പബ്ബാണെന്നാണ് പറഞ്ഞത്. നല്ല DJ പാർട്ടി ആയിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല വൈബായിരുന്നു. ആരെങ്കിലും വിൻസറിലൊരു പബ്ബ് നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ പബ്ബാണിത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.